ശരിക്കും കണ്ടെയ്നറും മറ്റേ സോഫ്റ്റ് ടോപ്പിൽ കവർ ചെയ്യുന്ന സാധനം തമ്മിൽ റേറ്റിന് എത്ര വ്യത്യാസം ഉണ്ടാവും ശരിക്കും? കണ്ടെയ്നർ ബോഡിക്ക് ഈ ഒരു മിന്റ് വണ്ടിക്ക് മിനിമം എന്തായാലും ഒരു 1 lakhന് അടുത്ത് ഏറ്റവും മിനിമം ഉണ്ടാവും. മറ്റേതിനോ? മറ്റേ സാധാ ഷീറ്റ് ബോഡി ആണെങ്കിൽ ഒരു 40-50 റുപ്യോട് തീരും. ഈ ഞാൻ കഴിഞ്ഞ വീഡിയോ ഏതോ ഒന്നിന് കമന്റ് കണ്ടു, ഈ ക്ഷേമനിധിന്റെ റീസെന്റ് നമ്മുടെ മുന്നേ ചെയ്ത വീഡിയോയിൽ റീസെന്റ് വന്ന കമന്റാണ്. ക്ഷേമനിധിന്റെ എന്തോ പൈസ കിട്ടിയില്ല, അത് സംഭവം എന്താ ക്ഷേമനിധി? ഈ വെൽഫെയർ എന്ന സംഭവം അത് ശരിക്കും നമ്മൾ കൊടുക്കുന്ന ഒരു പൈസ അല്ല. ഒരാൾ വളരെ ദേഷ്യത്തോടു കൂടി നമ്മളോട് കമന്റ് ചെയ്ത് പറഞ്ഞു, ദേഷ്യമല്ല കേട്ടോ സംഭവം, ഉള്ളിൽ നിന്ന് വന്നൊരു രോഷമാണ് ആളുടെ. നിങ്ങളെന്താ കൊമേഴ്ഷ്യൽ വണ്ടി കാണിക്കാത്തത്? ഞാനെത്ര വീഡിയോയിൽ കമന്റ് ചെയ്തു, ഞാൻ കണ്ടിട്ടുണ്ട്, പുള്ളിയുടെ കമന്റ്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഏകദേശം 2 ലക്ഷം കിലോമീറ്റർ ഓടിയുണ്ട്. പക്ഷെ എന്നാലും ഈ വണ്ടി നമ്മൾ കമ്പനി എഞ്ചിൻ വാറണ്ടി കൊടുക്കുന്നുണ്ട്. എന്താ ടാറ്റ അല്ലേ? ടാറ്റയുടെ ഡീലർഷിപ്പ് ഉണ്ടല്ലോ. അതെ, ഞങ്ങൾ പവർ കാണിക്കണ്ടേ? അതെ, 2 ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടിക്കും വാറണ്ടി കൊടുക്കാനുണ്ടെങ്കിൽ ടാറ്റയെ കൈയുള്ളൂ. ഓക്കെ, ആയിക്കോട്ടെ. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെ 2 ദിവസം മുന്നേ പോസ്റ്റ് ചെയ്തൊരു വീഡിയോയിൽ ഒരാൾ വളരെ ദേഷ്യത്തോടു കൂടി നമ്മളോട് കമന്റ് ചെയ്ത് പറഞ്ഞു, ദേഷ്യമല്ല കേട്ടോ സംഭവം, ഉള്ളിൽ നിന്ന് വന്നൊരു രോഷമാണ് ആളുടെ. നിങ്ങളെന്താ കൊമേഴ്ഷ്യൽ വണ്ടി കാണിക്കാത്തത്? ഞാനെത്ര വീഡിയോയിൽ കമന്റ് ചെയ്തു, ഞാൻ കണ്ടിട്ടുണ്ട്, പുള്ളിയുടെ കമന്റ്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. രഹസ്യം എന്ന് പറഞ്ഞ പേജിൽ നിന്നാണ് കമന്റ് ചെയ്തത്, അതാണ് പേര് കാണിക്കുന്നത്. അപ്പോൾ അന്ന് പുള്ളിയുടെ രോഷം പ്രകടിപ്പിച്ച് കമന്റ് ഇട്ടു, കാരണം അവർ സങ്കടം കൊണ്ടുവന്നതാണ്. പിന്നെയും പുള്ളി വേറെ വീഡിയോയിൽ കമന്റ് ചെയ്തു, സോറി ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ബ്രോക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. നമ്മളിത് കൊമേഴ്ഷ്യൽ വാഹനങ്ങളുടെ എപ്പിസോഡുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ ബ്രോ തീർച്ചയായും കമന്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ക്യാപ്സിലാണ് ഞാൻ ചെയ്യാൻ ഗ്യാപ്പ് വന്നതെന്ന് വെച്ചാൽ, കൊമേഴ്ഷ്യൽ ആയാലും കാണിക്കുന്ന വണ്ടിക്ക് അത്യാവശ്യം വാറണ്ടി ഒക്കെ ഉള്ള വണ്ടി കാണിക്കുക, അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വണ്ടി കാണിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. അല്ലാതെ എവിടെയെങ്കിലും പോയി എടുത്തിട്ട് ഏതെങ്കിലും വണ്ടി കാണിച്ചിട്ട് നിങ്ങൾ വന്ന് നോക്കുമ്പോൾ വണ്ടി തീരെ കൊള്ളൂല്ല, നിങ്ങൾ വന്നിട്ട് മടങ്ങി പോകേണ്ട അവസ്ഥ വന്നാൽ അതും വിഷമല്ലേ. അപ്പോൾ കുറച്ച് ഇങ്ങനത്തെ വണ്ടികൾ കിട്ടുന്ന ഒരു സ്ഥലമാണ് ക്യാപ്സിൻ്റെ കൊമേഴ്ഷ്യൽ ഷോറൂം. അവിടെ വാറണ്ടി ഒക്കെ ലഭിക്കുന്ന വണ്ടികളുണ്ട്. അപ്പോൾ ഇവിടെ സ്റ്റോക്ക് കിട്ടാനായിട്ടാണ് ചെയ്യാൻ ഇങ്ങനെ ലേറ്റ് ആയത്. ഓക്കെ, അപ്പോൾ സോറി. എന്തായാലും നമുക്കിന്ന് വീഡിയോയിലേക്ക് കിടക്കാം. നമുക്കിതാ സുഷിനെ സ്വാഗതം ചെയ്യാം. ബ്രോ സ്വാഗതം. നമസ്കാരം. എത്ര കാലമായി ഞാൻ പറയുന്നത് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്താ വാഹനം സ്റ്റോക്ക് വരുമ്പോഴേക്കും നമുക്ക് വിറ്റ് പോവാണ്. അപ്പൊ സ്റ്റോക്ക് മൊത്തം കയറിയിട്ട് നിങ്ങളെ വിളിക്കാൻ വെച്ച് നിൽക്കണേ. അതായത് വെറുതെ ഒരു 3 വണ്ടി 4 വണ്ടി കാര്യമല്ലോ. അതെ, കസ്റ്റമേഴ്സ് ആവശ്യപരമായിട്ട് വണ്ടിയാണ് ഇപ്പൊ നിലവിലുള്ളത്. അപ്പൊ മഴക്കാലൊക്കെ അതിനൊക്കെ കൊണ്ട് നമ്മുടെ അടുത്ത് ഒരുവിധം ഈ ക്ലോസ്ഡ് ബോഡി വെഹിക്കിൾസ് ഒരുപാട് ഇപ്പൊ നിലവിൽ ഇപ്പൊ കയ്യിലുണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒന്നാമത് ഈ ബോഡി വർക്ക് ചെയ്യാൻ അതിന് മുന്നേ പറഞ്ഞാണ്, ബോഡി വർക്ക് ചെയ്യുന്ന സമയം, ബോഡി വർക്കിന്റെ പൈസ ഒക്കെ വളരെ കൂടുതലാണ്. ഒരു ചെറിയൊരു വണ്ടിക്കായാലും ഒരു കവറിംഗ് ബോഡി അടിച്ച് കിട്ടണമെങ്കിൽ, ഒരു കണ്ടെയ്നർ ബോഡിയാണ് ഏറ്റവും മിനിമം. റേസിനൊക്കെ ആണെങ്കിൽ ഇപ്പത്തെ ചിലവ് ഒരു 80,000 മുതൽക്ക് 1 ലക്ഷം രൂപ വരെ എക്സ്പെൻസ് ആണ് ബോഡി അടിക്കണമെങ്കിൽ. പോരാത്തതിന് ഇപ്പൊ ഒരു മാസ സമയം ഏറ്റവും മിനിമം ഉണ്ട് അടിച്ച് കിട്ടണമെങ്കിൽ. പിന്നെ പല സ്ഥലത്തും മഴയും കാര്യങ്ങളായിട്ട് ഡിലേ വരുന്നുണ്ട്, അതായത് വർക്ക് ചെയ്യാൻ പറ്റൂല. അത് പുറത്തെടുക്കുന്ന വർക്കാണല്ലോ. അപ്പൊ അതേമാതിരി പെയിന്റിംഗ് വർക്ക് എടുക്കാൻ പറ്റില്ല, വെൽഡിംഗ് വർക്ക്. അപ്പൊ അങ്ങനെ കുറെ ആയിട്ട് ചിലപ്പോൾ 1.5 മാസം നമ്മുടെ കമ്പനിയിലെ പുതിയ വണ്ടികൾ തന്നെ ചിലതും കൊടുക്കാൻ ലേറ്റ് ആവുന്നുണ്ട്. മനഃപൂർവ്വമല്ല, എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് കാരണം. അപ്പൊ എന്താ വെച്ചാൽ ഇപ്പൊ തൽക്കാലം അതിനുകൊണ്ട് കുറച്ച് നല്ല ക്ലോസ്ഡ് ബോഡി എന്തൊക്കെ കൊണ്ട് സ്റ്റോക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ കസ്റ്റമേഴ്സ് വന്ന് എടുക്കാം, നാളെ പണി തുടങ്ങാം. വാറണ്ടി ഉള്ള വണ്ടികളും എല്ലാം വാറണ്ടി ഉള്ളതുണ്ട്, വാറണ്ടി ഇല്ലാത്തതുണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. നമുക്ക് നോൺ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് ആയാൽ പോലും നമ്മൾ എന്നാലും ചെക്കിംഗ് വാറണ്ടി പല കൊടുക്കുന്നുണ്ട്. കസ്റ്റമേഴ്സ് വന്നിട്ട് വണ്ടി ചെക്ക് ചെയ്യാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ നമ്മൾ ആക്കി കൊടുക്കാറുണ്ട്. അത് മാത്രമല്ല ഇവര് എല്ലാ വണ്ടി ഇൻസ്പെക്ട് ചെയ്ത് എടുക്കുന്ന ആ ഒരു ധൈര്യത്തിലാണ് ഞാനും വരുന്നത്. ഓക്കെ, അപ്പോൾ ലൊക്കേഷൻ വരുന്നത് കുണ്ടായിത്തോട് അല്ലേ? കോഴിക്കോട് കുണ്ടായിത്തോടാണ് ലൊക്കേഷൻ. കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് ആണല്ലോ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. പക്ഷേ നമുക്ക് നല്ല ഒരു വിലപ്പാട് തന്നെ കൊടുക്കാൻ പറ്റും. എല്ലാവരും ഉപജീവന മാർഗത്തിന് വേണ്ടി എടുക്കുന്ന ഒരു വാഹനം. അത് ഇവിടെ വരുന്ന എല്ലാവരും കാരണം ഇവിടെ ഒരു എല്ലാവർക്കും വണ്ടി എടുത്ത് പോകാൻ സമയത്ത് അവർക്ക് ഒരു സാറ്റിസ്ഫൈഡ് ആണ്. ഒന്ന് റേറ്റ് നമ്മൾ കുറച്ച് കിട്ടുന്നത്, നമ്മൾ പുറത്തേക്ക് കൊടുക്കുന്ന റേറ്റിന് പകരം നേരെ കസ്റ്റമേഴ്സിന് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് ആ വാറണ്ടി ഇന്ന ഒരു കസ്റ്റമർക്ക് ഒരു വാറണ്ടി ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഇഷ്യൂസ് പോലും ഉണ്ടായിട്ടില്ല. ഉണ്ടെങ്കിൽ തന്നെ അത് കമ്പനി തീർത്ത് കൊടുത്തിട്ടുണ്ട്. ഇന്നേ വരെ ഒരു എഞ്ചിൻ പണി അങ്ങനെ വണ്ടി കിട്ടില്ല. ആകെ ഒരു 2 കേസ് അങ്ങനത്തെ ഉണ്ടായിട്ടുണ്ട്. ആ 2 വണ്ടിയും കറക്റ്റ് ആയിട്ട് തന്നെ പ്രോപ്പർ ആയിട്ട് തന്നെ അവർ ഈ വീഡിയോ കണ്ടിട്ട് അവർ കമന്റ് ചെയ്യാൻ നമുക്ക് അത്രയും സൗകര്യം അവർ കമന്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് കമ്പനി പോയി പുതിയ എഞ്ചിൻ വെച്ച് കിട്ടി, അവർക്ക് 0 കിലോമീറ്റർ രീതിയിൽ ആ വണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ കൊടുത്ത വാറണ്ടിന്റെ ഒരു ഗ്യാരണ്ടി അതായിരുന്നു, അത് പോകുന്നുണ്ട്. പിന്നെ ഇതില് തേയ്മാനം വരാത്ത പാർട്സിനാണ് കമ്പനി ഇപ്പോഴും വാറണ്ടി പറഞ്ഞത്. അത് പുതിയ വെഹിക്കിൾസിന് അങ്ങനെ തന്നെയാണുള്ളത് പറയാണ്. പിന്നെ ചില ആൾക്കാർ പ്രതീക്ഷിക്കും വാറണ്ടി പറയുമ്പോൾ ഫുൾ വാറണ്ടി ആണോ, അതില്ല. അത് ഇവിടെ എടുക്കുന്ന എല്ലാ കസ്റ്റമറും തീർത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. തേയ്മാനം ഇല്ലാത്ത പാർട്സിന്റെ വാറണ്ടി ഇട്ടോ, എഞ്ചിൻ ഫുൾ വാറണ്ടി, എഞ്ചിൻ വരെ എന്തുണ്ട് പ്രശ്നം തീർത്ത് കിട്ടും. ഓക്കെ, എന്തായാലും നമ്മൾ ഇനി നീട്ടത്തില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് ആദ്യം ഒരു ബഡ്ജറ്റ് സെഗ്മെന്റിൽ തുടങ്ങാം. ടാറ്റയുടെ സൂപ്പർ എയ്സ് മിന്റ് ആണ്, KL 56, കൊയിലാണ്ടി രജിസ്ട്രേഷൻ ആണ്, കോഴിക്കോട് ജില്ല. അതായത് 2 ലക്ഷം താഴെ വില വരുന്ന ഒരു വണ്ടി നിങ്ങൾ നോക്കണ്ടേ, എടുക്കാൻ പറ്റിയൊരു വണ്ടി. പിന്നെ ക്ലോസ്ഡ് ബോഡിയാണ്, കണ്ടെയ്നർ ടൈപ്പ് അല്ലേ? ശരിക്കും കണ്ടെയ്നറും മറ്റേ സോഫ്റ്റ് ടോപ്പിൽ കവർ ചെയ്യുന്ന സാധനം തമ്മിൽ റേറ്റിന് എത്ര വ്യത്യാസം ഉണ്ടാവും ശരിക്കും? കണ്ടെയ്നർ ബോഡിക്ക് ഈ ഒരു മിന്റ് വണ്ടിക്ക് മിനിമം എന്തായാലും ഒരു 1 lakhന് അടുത്ത് ഏറ്റവും മിനിമം ഉണ്ടാവും. മറ്റേതിനോ? മറ്റേ സാധാ ഷീറ്റ് ബോഡി ആണെങ്കിൽ ഒരു 40-50 റുപ്യോട് തീരും. അത്രേ വരും.
അപ്പൊ ഇത് കണ്ടന്റ് ബോഡിയാണ്. ഏതാ മോഡല് കാര്യങ്ങളൊക്കെ? 2015 മോഡൽ വരുന്ന വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. എന്ന് വെച്ചാൽ വേറെ പരിക്കോ കാണുന്നില്ല, പേപ്പർ ബാഗ് എല്ലാം ഫിറ്റ് ആണ്. എന്തെങ്കിലും കുറവുണ്ട് നമ്മൾ പറയല്ലോ, എപ്പോഴും പറയണല്ലോ. പേപ്പർ ക്ലിയർ ചെയ്ത് തരും, അത് നോക്കേണ്ട ആവശ്യമില്ല, എല്ലാം ക്ലിയർ ചെയ്ത് തരും. അതെ. ഓക്കെ. ഇത് നമ്മളിപ്പോ ചോദിക്കുന്ന 1.85 ചോദിച്ചിട്ടുള്ളൂ. ഇത് AC വരുള്ളല്ലോ? ഇല്ല, പവർ സ്റ്റിയറിംഗ് വരുന്ന വണ്ടി. അതിലെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടെയ്നർ ഡബിൾ സൈഡ് ഓപ്പൺ ആണ്, രണ്ട് ഭാഗത്ത് ഓപ്പൺ ടൈപ്പ് വണ്ടിയാണ്. അപ്പൊ സൗകര്യം കൂടുതലുള്ള വണ്ടിയാണ്. അതെ, സൈഡും ഓപ്പൺ ചെയ്യാം, ബാക്കും ഓപ്പൺ ചെയ്യാം. അപ്പൊ താല്പര്യമുള്ളവർ എന്തായാലും നോക്കിക്കോ. പിന്നെ ഒരു ക്ലെയിമും ഇല്ലാത്ത വണ്ടിയാണ്. എത്രയാപ്പോ ബഡ്ജറ്റ്? 1.85 ചോദിച്ചിട്ട് വണ്ടി ആകെ. 1,85,000 2015 ഓട്ടം പറഞ്ഞു നമ്മള്. ഓട്ടം പറഞ്ഞില്ല, ഓട്ടം 1,70,000 കിലോമീറ്റർ ഓട്ടമാണ്. 170. കറക്റ്റ് സിംഗിൾ കറക്റ്റ് ഓട്ടം തന്നെ വണ്ടിയാണ്. ഈ വണ്ടികൾക്ക് എന്തെങ്കിലും ഓട്ടം വരും. അല്ല, നിങ്ങളുടെ ഇവിടെ വിറ്റയിൽ ഏറ്റവും കൂടിയ ഓട്ടം വിറ്റേതാ? നമ്മള് കൂടിയ ഓട്ടം വിറ്റ് ഞങ്ങൾ ഇവിടെ 3 ലക്ഷം കിലോമീറ്റർ വണ്ടി പറ്റിയിട്ടുണ്ട്. ഏതാ വണ്ടി? അത് ടാറ്റേന്റെ 407 2020 മോഡൽ. ചെറിയ സെഗ്മെന്റിലേക്ക് ഏതാ വിറ്റത്? ചെറിയ സെഗ്മെന്റിൽ തന്നെ നമ്മള് 2.5 ലക്ഷം കിലോമീറ്റർ ഓടിയ ഇൻട്ര വിറ്റിട്ടുണ്ട്. ഇൻട്ര V30 വിറ്റിട്ടുണ്ട്. അതേമാതിരി 1.5 ഓടിയ ഇൻട്ര V50 വിറ്റിട്ടുണ്ട്. പിന്നെ ഏറ്റവും ചെറിയ വണ്ടിയായ ഞങ്ങളെ എയ്സ് സിപ്പില്ലേ, അത് വിറ്റിട്ടുണ്ട്. 2,40,000 കിലോമീറ്റർ വണ്ടി വിറ്റിട്ടുണ്ട്. അല്ല, ഞാൻ കിലോമീറ്ററിന് ഒരു ഇത് പറഞ്ഞിട്ടാണ് എടുത്ത് ചോദിച്ചത്. ഓക്കെ, അപ്പൊ ഇതെല്ലാം ഇനി ഓടിക്കോളും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇതിന് വാറണ്ടി കിട്ടുമല്ലോ പഴയ മോഡലിന്? ഇല്ല, വാറണ്ടി നമുക്ക് ഉണ്ടാവുന്നില്ല. നമുക്കൊരു 19/20 മോഡൽ വണ്ടിയാണ് വാറണ്ടി കിട്ടും. അങ്ങനത്തെ വണ്ടി കാണിക്കാം. കാണിക്കാം. ഇന്ത്യക്കാർക്ക് കൊമേഴ്ഷ്യൽ വണ്ടികളിൽ ഏറ്റവും കോമ്പറ്റീറ്റീവ് ആയി നിൽക്കുന്ന 2 ഐറ്റം, ഒന്ന് ടാറ്റയും ഒന്ന് അശോക്. ഓക്കെ, അപ്പോൾ ലേലൻ ദോസ്താണ്, ബഡാ ദോസ്ത്. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2021 മോഡല് ബഡാ ദോസ്ത വണ്ടി. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വണ്ടി തന്നെയാണ്. കിലോമീറ്റർ ആകെ 1.16 ഓടിയിട്ടുള്ളൂ. i4 ആട്ടോ വണ്ടി വരുന്നത്. ഒരു പോളോ പോയതാ. ഒരു i4 വണ്ടി വരുന്നത്. അതേമാതിരി തന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കണ്ടെയ്നർ ബോഡിയാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ കണ്ടെയ്നറിൽ ഒരു ആൾക്കാർ അന്വേഷിച്ച് വരുന്ന വണ്ടി. അത് അല്ല, കണ്ടെയ്നറിൽ ഞാൻ ചോദിച്ചോട്ടെ, ഈ കോട്ടിങ് ചെയ്യല്ലോ, അതായത് തണുപ്പ് ചൂടൊന്നും ഏൽക്കാണ്ടിരിക്കാൻ വേണ്ടി. അത് ഇൻസുലേറ്റഡ് ബോഡി. അത് ആ ടൈപ്പ് ഉണ്ടോ ഇവിടെ? ഇപ്പോ ഇല്ല, അത് വന്നിട്ട് നമ്മുടെ ഉണ്ടായിരുന്നു, സെയിലായി പോയി. ഇൻസുലേറ്റഡ് ബോഡിയും തപ്പുന്നവരുണ്ട്. ഓക്കെ, അപ്പൊ 21 മോഡലിൽ 1.16 ഓട്ടം, സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. പേപ്പർ എല്ലാം ഫുൾ ഫിറ്റ്. ഇതിനിപ്പോ കിട്ടൂല വാറണ്ടി? ഇത് നമുക്ക് ചെക്കിംഗ് വാറണ്ടി കൊടുക്കുന്നതാണ്. ചെക്കിംഗ് വാറണ്ടി കൊടുക്കും അല്ലേ? ചെക്കിംഗ് വാറണ്ടിയാണ്. ഓക്കെ, ക്ലെയിം ഒന്നുമില്ല എന്തായാലും? വേറെ പ്രശ്നം ഒന്നുമില്ല, വണ്ടി എല്ലാം റണ്ണിങ് ഓടുന്ന വണ്ടിയാണ്. പിന്നെ ഈ വണ്ടിയുടെ ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ വണ്ടികൾ എപ്പോഴും മെയിൻറ്റൈൻ ആയിരിക്കും. അതായത് സാധനം കൊണ്ട വണ്ടിയെ കൊണ്ട് ഒരു ദിവസം വണ്ടി നിന്നാൽ അവർക്ക് അത്ര നഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് കംപ്ലൈൻസ് ഉണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാ കസ്റ്റമേഴ്സും വണ്ടി മെയിൻറ്റൈൻ ചെയ്യുന്ന ആൾക്കാർ നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് വണ്ടി ഓടാളെ കൊണ്ട് കറക്റ്റ് ആയിട്ട് വണ്ടിന്റെ പണികളൊക്കെ തീർത്തിട്ട് തന്നെ എല്ലാ ഒരുവിധ കസ്റ്റമേഴ്സ് യൂസ് ചെയ്യാറ്. ഓക്കെ, അപ്പൊ എത്രയാ? ഇത് നമ്മൾ 6,000 രൂപ ചോദിച്ചിട്ടുള്ളൂ. എത്ര? 6,400. 6.25 ചോദ്യമാണ്. നെഗോസിയേഷൻ ഉണ്ടാവും ഇവിടെ വന്നു കഴിഞ്ഞാൽ. നെഗോസിയേഷൻ. ഇതിൽ വേറെ കാര്യമുണ്ട്, ഇത് ലോണാണ്, ചിലപ്പോൾ 7 ലക്ഷം ലോൺ കിട്ടുന്നുണ്ട്. അങ്ങനെ ഫുൾ ലോണിൽ കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. നേരത്തെ ഫസ്റ്റ് കണ്ട വണ്ടിക്കോ നമ്മള് അതിന് ലോൺ കിട്ടും. അത് നേരെ ഫുൾ ലോൺ കിട്ടും. അത് ഫുൾ ലോൺ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ട്രാക്ക് ഓക്കെ ആണെങ്കിൽ ഫുൾ ലോൺ പക്ക കിട്ടും. അടുത്ത വണ്ടിയിലേക്ക് വീണ്ടും ദോസ്താണ്. KL55 തിരൂർ വണ്ടി. അതെ. ഓക്കെ, ഇതും കണ്ടെയ്നർ ബോഡിയാണ്. കണ്ടെയ്നർ ബോഡി. എങ്ങനെ മോഡൽ? ഇത് 2019 മോഡല് സ്ട്രോങ് ആണ് വരുന്നത്. ഫ്രണ്ട് ലീഫ് വരുന്ന വണ്ടിയാണ്. ഈ പറഞ്ഞ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ആ വണ്ടി ഈ വണ്ടിയും രണ്ടും ഒരു ടീമിന് വണ്ടി. കണ്ടല്ലേ, ഫാത്തിമ. അവർ 2 വണ്ടി നമ്മൾ ഒരുമിച്ച് എക്സ്ചേഞ്ച് എടുത്താണ്. നമ്മുടെ അവര് 2 വണ്ടി എടുക്കുകയും ചെയ്തു. അശോകന്റെ കസ്റ്റമേഴ്സ് ഞങ്ങൾ ടാറ്റയിലേക്ക് വലിക്കുകയാണ്. അതാ ചെയ്യണേ. ഓക്കെ, എന്തായാലും വേറെ ക്ലെയിമോ കാര്യമൊന്നുമില്ല? ഒന്നുമില്ല. 2019 നല്ല ക്ലീൻ വണ്ടി തന്നെയാണ്. ഇത് വണ്ടി നമ്മൾ ചോദിച്ചത് നേരത്തെ കണ്ടത് ലീഫ് അല്ലേ? ആ ലീഫ് തന്നെ. ബഡാ ദോസ്തിന് അങ്ങനെ വരുന്നുള്ളൂ. പറയണേ, എനിക്ക് ടെക്നിക്കൽ സൈഡ് അത്ര വശമില്ല, പഠിത്തില്ല. ഇന്ന കുറെ പഠിപ്പിച്ച നമ്മളെ കസ്റ്റമേഴ്സാ. ആ കസ്റ്റമേഴ്സ് തന്നെ പഠിപ്പിക്കുന്നത്. ഞാനും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ എന്താണെന്ന് വെച്ചാൽ കറക്റ്റ് പറഞ്ഞു അവർക്ക്. ഇത് ഫ്രണ്ട് ലീഫ് വരുന്ന മോഡൽ വണ്ടിയാണ്. 2019 മോഡൽ വണ്ടിയാണ്. പേപ്പർ ബാഗ് എല്ലാം കറക്റ്റ് ഫിറ്റ് തന്നെയാണ്. ഈ വെൽഫെയർ വരെ കറക്റ്റ് ആണ്. അപ്പം ഈ വണ്ടി നമ്മൾ ചോദിച്ചത് ആകെ 4.80 ചോദിച്ചിട്ടുള്ളൂ. 4,80,000 രൂപയ്ക്ക് 19 മോഡൽ ബഡാ ദോസ്ത് നിങ്ങൾക്ക് കൊണ്ടുപോകും. ഓക്കെ, അപ്പൊ താല്പര്യം സ്ട്രോങ് ബഡാ അല്ല അല്ലേ? ബഡാ ദോസ്ത് അല്ല, സ്ട്രോങ്. അത് വ്യത്യാസമുണ്ട്, അതുണ്ട്. സോറി. അതെ, അപ്പൊ സ്ട്രോങ് ആണ്. അത് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോണും കാര്യങ്ങളിലും ഫുള്ള് ലോൺ കിട്ടും. ഇതും ഇതേമാതിരി തന്നെ 5 രൂപ മുകളിൽ ലോൺ കിട്ടും. ഓക്കെ, പിന്നെ ഈ ബോഡിക്ക് കഴിഞ്ഞ മുന്നത്തെ വീഡിയോയിലായിട്ട് ഇത് വന്നിരുന്നു. ഞാൻ എടുത്തിട്ട് കംപ്ലൈന്റ്, അതായത് കുലുക്കം വരുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ട് വരുന്നതാണ്. എന്താ വെച്ചാൽ ഈ ബോഡി അഡീഷണൽ കയറ്റുന്ന അത് അതിന്റെ ഞെട്ടും ബോട്ട് ലൂസ് ആകുമ്പോൾ എന്തായാലും അത് ഇളക്കുണ്ടാവും. അത് പിന്നീട് നമ്മളത് കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ലോക്ക് ചെയ്യുക, അല്ലാണ്ട് വെൽഡ് ചെയ്യുക, അല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല. അത് എല്ലാ വണ്ടിക്ക് വരും. അതുകൂടെ ശ്രദ്ധിക്കാം. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത ദോസ്താണ് KL60 കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ. ഇതും സ്ട്രോങ് ആണല്ലോ? സ്ട്രോങ്.
ഓപ്പൺ ബോഡി ഓപ്പൺ വെച്ചാൽ ഫുള്ളല്ല, ആ സൈഡ് ഓപ്പൺ ബോഡി എത്ര ഓപ്പൺ ബോഡി. എങ്ങനെ ഡീറ്റെയിൽ ഇത് 2021 മോഡൽ വണ്ടിയാണ്. 21 മോഡൽ വണ്ടി, സിംഗിൾ ഓണർഷിപ്പ് വണ്ടിന് അതും. ഓക്കെ. ഇത് കിലോമീറ്റർ ആകെ 68 സംതിങ് ഓടിയിട്ടുള്ളൂ, 70 ചോടായിട്ട്. കണ്ടതിൽ ഏറ്റവും കുറഞ്ഞ കിലോമീറ്റർ ഇതാ. ഇപ്പൊ കണ്ടതിൽ ചേരും കിലോമീറ്റർ പറഞ്ഞ വണ്ടി. പിന്നെ ഇതിന് പിന്നെ കിലോമീറ്റർ വലിയ പ്രശ്നമില്ല. അതായത് തുടക്കത്തിലെ മറ്റേ വണ്ടിയിലെ ഡീറ്റെയിൽ പറഞ്ഞത് ചോദിച്ചത് എങ്ങനെയാണല്ലോ. പിന്നെ ഈ നമ്മളിപ്പോ വണ്ടി ആകെ ചോദിച്ചത് 540 ചോദിച്ചിട്ടുള്ളൂ. 21 മോഡൽ വണ്ടി, ബോഡി കാര്യങ്ങളൊക്കെ അടിച്ച വണ്ടിയാണ്. പ്രതി വേറെ പ്രശ്നമൊന്നും ഇല്ല. പിന്നെ കിട്ടുന്നതാണോ ഇങ്ങനെ ഫുൾ ലോൺ കിട്ടുന്ന? ലോൺ ഫുള്ള്. ഓക്കെ. ഇത് നമുക്ക് ചെക്ക് വാറണ്ടി കൊടുക്കാൻ വേണ്ടിയാണ്. ചെക്ക് വാറണ്ടി. ഓക്കെ. അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും നോക്കോ അടുത്ത വണ്ടിയിലേക്കോ. അടുത്തതാ ടാറ്റ ഇൻട്രാ V30, V20, V30, V50, V10, V30, V20, V10 ഉണ്ടല്ലേ? ഓ V10 പറയണില്ല. V10 നിർത്തിയിട്ടുണ്ട്. ഇപ്പൊ V20 ഉണ്ട്, V30 ഉണ്ട്, V50 ഉണ്ട്, V70 ഉണ്ട്. 70 ഉണ്ട്. ഓക്കെ. ഇപ്പൊ ഈ സീരീസിൽ ഇപ്പൊ V30 കയ്യിലുള്ളൂ. അതെ, V30 പേയ്മെന്റ്. ഇത് ഫുൾ വാറണ്ടി കിട്ടുന്ന വണ്ടിയാണ്. അതെ, 2020 വാറണ്ടി എവിടെ വേറെ കാര്യം പറഞ്ഞിട്ടെ, ഈ വണ്ടി 1.90 ഓടിക്കുന്നത്. 1.97 97 ഓടിയിട്ടുണ്ട് വണ്ടി. അല്ല, 1.90. അതെ, ഏകദേശം 2 ലക്ഷം കിലോമീറ്റർ ഓടിയുണ്ട്. പക്ഷെ എന്നാലും ഈ വണ്ടി നമ്മൾ കമ്പനി എഞ്ചിൻ വാറണ്ടി കൊടുക്കുന്നുണ്ട്. എന്താ ടാറ്റ അല്ലേ? ഡീലർഷിപ്പ് ഉണ്ടല്ലോ. അതെ, ഞങ്ങളെ പവർ കാണിക്കണ്ടേ. അതെ, 2 ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടിക്കും വാറണ്ടി കൊടുക്കാനുണ്ടെങ്കിൽ ടാറ്റയെ കയ്യുള്ളൂ. ഓക്കെ, ആയിക്കോട്ടെ. ഇതെങ്ങനെയാ മോഡൽ കാര്യങ്ങൾ? ഇത് 2020 മോഡൽ വണ്ടിയാണ്. ഇത് നമ്മള് വണ്ടി വില ചോദിച്ചത് ആകെ 4 രൂപ ചോദിച്ചിട്ടുള്ളൂ. 20 അല്ലേ? അതെ, ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിൽമയ്ക്ക് ഓടി വണ്ടി ആയതുകൊണ്ട് ബാക്കിൽ സ്റ്റീൽ ബോഡി അടിച്ചിട്ടുണ്ട്. ബോഡി സ്റ്റീൽ അടിച്ചിട്ടുണ്ട്. അത് അത്യാവശ്യം ഒരു സ്റ്റീൽ അടിക്കാൻ ഏകദേശം ഒരു പൈസ ആവുന്ന സംഭവം തന്നെയാണ്. പക്ഷേ ഈ വണ്ടി വേണമെങ്കിൽ മിൽമക്കാർക്ക് യൂസ് ചെയ്യാം, അതേമാതിരി ഫിഷിന്റെ ആൾക്കാർക്ക് യൂസ് ചെയ്യാം, സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്. സ്റ്റീൽ ബോഡി എന്ന് വെച്ചാൽ ഫുള്ളല്ല, ചെറിയ ബോഡി. ഓപ്പൺ. ഓക്കെ. അപ്പോൾ ഫുൾ ലോൺ കിട്ടുമോ? ഫുൾ ലോൺ കിട്ടും. ഇതിനൊന്നും അങ്ങനെ കിലോമീറ്റർ ഓടിയാൽ ഇതൊന്നും പ്രശ്നമില്ല. ഫുൾ ലോൺ കൊടുക്കുന്നതിനൊന്നും അങ്ങനത്തെ സീനൊന്നും കുഴപ്പമൊന്നുമില്ല. കിട്ടും. ഒരു വണ്ടിയുടെ മാർക്കറ്റ് വില വെച്ചാൽ അവർ കാൽക്കുലേറ്റ് ചെയ്യാം. ഇതിന് ഏകദേശം എനിക്ക് തോന്നുന്നത് 5 രൂപ ലോൺ തന്നെ കിട്ടും ഈ വണ്ടിക്ക്. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക്. വമ്പന്മാർ പിടിച്ചിരിക്കുന്ന ഇന്ത്യൻ മാർക്കറ്റിൽ മാരുതി സുസുക്കി അവതരിപ്പിച്ച ഒരു കൊമേഴ്ഷ്യൽ ഐറ്റമാണ് സൂപ്പർ ക്യാരി അല്ലേ? ഓക്കെ. ഇത് KL 52 രജിസ്ട്രേഷൻ വാഹനമാണ്. ഇതിന്റെ ഡീറ്റെയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു ഡൗട്ട്. ഈ ഞാൻ കഴിഞ്ഞ വീഡിയോ ഏതോ ഒന്നിന് കമന്റ് കണ്ടു, ഈ ക്ഷേമനിധിന്റെ റീസെന്റ് നമ്മുടെ മുന്നേ ചെയ്ത വീഡിയോയിൽ റീസെന്റ് വന്ന കമന്റാണ്. ക്ഷേമനിധിന്റെ എന്തോ പൈസ കിട്ടിയില്ല. അത് സംഭവം എന്താ ക്ഷേമനിധി? ഈ വെൽഫെയർ എന്ന സംഭവം അത് ശരിക്കും നമ്മൾ കൊടുക്കുന്ന ഒരു പൈസ അല്ല. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വണ്ടി എടുക്കണ മുതൽക്കേ ഈ വണ്ടി എടുത്ത ആള് ഈ വെൽഫെയർ, അതായത് ക്ഷേമനിധി പൈസ, അതായത് ഒന്ന് ഡ്രൈവർക്കും ഒന്ന് ഓണർക്കും. അതായത് ഈ പണ്ട് കാലങ്ങളിൽ എന്തായ സംഭവമാണ് എന്താ വെച്ചാൽ ചിലപ്പോൾ ആ സമയത്ത് ഒരു വണ്ടിനകത്ത് തന്നെ ചിലപ്പോൾ 10 കൊല്ലമൊക്കെ ഒരേമാതിരി കണ്ടിന്യൂസ് വർക്ക് ചെയ്യുന്ന ഡ്രൈവർമാർക്ക് ഉണ്ടാവും. അപ്പൊ അവർക്ക് നമ്മളൊരു PF ഒരു ഫണ്ടാണ് ഈ വെൽഫെയർ എമൗണ്ട്. അത് ഇവര് എല്ലാ മാസം അടയ്ക്കണം. അത് മാസം അടച്ചിട്ട് ഇവര് ലാസ്റ്റ് ഇറങ്ങുന്ന സമയത്ത് ഇവർക്ക് ഒരു വെൽഫെയർ എമൗണ്ട്, അതായത് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് കിട്ടും. ക്ഷേമനിധി ബോർഡിൽ ഇവരെ ഒക്കെ ചേർത്തിട്ടുണ്ടാവും. അങ്ങനെ വരുന്ന ഒരു എമൗണ്ട് ആണ് വെൽഫെയർ എമൗണ്ട്. നമ്മൾ ഈ കൊറോണ സമയത്ത് ഈ വെൽഫെയർ കുറച്ച് കാലങ്ങളായിട്ട് ഗവൺമെന്റ് തന്നെ നിർത്തലാക്കി ആ സമയത്ത്. പിന്നെ അത് ഓപ്പൺ ആക്കിയിട്ടില്ലായിരുന്നു. ഇപ്പൊ റീസെന്റ് ആ സംഭവം ഓപ്പൺ ആക്കിയിട്ടുണ്ട്, ക്ഷേമനിധി ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പൊ നമ്മൾ എടുക്കുന്ന എല്ലാ വണ്ടീന്റെയും വെൽഫെയറും ക്ഷേമനിധി പൈസ നമ്മൾ നോക്കിയിട്ട് ചെയ്തിട്ടും അടയ്ക്കുന്നുണ്ട്, അടച്ചു കൊടുക്കുന്നുണ്ട്, ഇനി ഇല്ലെങ്കിൽ ഇല്ല പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. വെൽഫെയറിന് കാര്യമുണ്ട്. അതിപ്പോ ഇത് ഈ വണ്ടി ഒരു 5 കൊല്ലം ഒരു ഡ്രൈവർ ഓടിച്ചു തന്നിരിക്കാം. അപ്പൊ അദ്ദേഹത്തിന് ഇത് കൊടുക്കുന്ന സമയത്ത് വേറൊരാൾക്ക് മറിച്ച് വെക്കാന്നിരിക്കാം. ഈ ക്ഷേമനിധി കിട്ടോ? അതെങ്ങനെയാ? അത് കിട്ടുന്നതാണ് ഗവൺമെന്റ് പറയുന്നത്. അത് ചിലവർ പറഞ്ഞ് നമുക്ക് കിട്ടാറില്ല എന്ന് പറയുന്നത്. നമുക്ക് അതിനെക്കുറിച്ച് ടെക്നിക്കൽ, അതായത് അതിന്റെ ഒരു വശം എന്താ കറക്റ്റ് നമുക്ക് അറിയില്ല. പക്ഷേ ഈ വെൽഫെയർ എമൗണ്ട് പെൻഡിങ് ആയി കിടക്കണാണ് ബുദ്ധിമുട്ടുണ്ടാവാറ്. അതായത് ഈ വണ്ടിക്ക് ടാക്സ് അടയ്ക്കാനോ അല്ലെങ്കിൽ ഈ വണ്ടി നമുക്കിനി ഒരു ബ്രേക്ക്നെസ് ഫിറ്റ്നസ് പോണ സമയത്തോ ഈ ക്ഷേമനിധി പൈസ അവിടെ കിടക്കണ്ടാവും. അപ്പോൾ ഒരു മാസം ചെറിയ വണ്ടിക്ക് വരുന്ന എമൗണ്ട് ഇപ്പം ടോട്ടൽ 240 റുപ്യ. അപ്പോൾ അതൊരു 5 കൊല്ലം, അതായത് ഫസ്റ്റ് 5 കൊല്ലം നമ്മൾ ടാക്സ് അടയ്ക്കുന്നത്. അത് ചിലപ്പം കസ്റ്റമർ എന്താക്കും, ആ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യത്തിന് അടയ്ക്കാണ്ട് ഇങ്ങനെ വരും. ആ ടോട്ടൽ 5 കൊല്ലത്തേക്ക് ആകുമ്പോഴേക്കും ഒരു മിനിമം ഒരു 10-15,000 റുപ്യ ടോട്ടൽ അടയ്ക്കാൻ ഒരുമിച്ച് വരും. അതാണ് ഈ ക്ഷേമനിധി പൈസ. അതാണ് അതിൽ ഉള്ളൊരു ചെറിയൊരു വശം, അതാണ് അതിൻ്റെ. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഒരു ചെക്കിങ്ങോ അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള ഇതിൻ്റെ ഒരു പ്രോപ്പർ ഫോളോ അപ്പ് ഒന്നും നമ്മളെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നടക്കണമെന്നില്ല. അപ്പോൾ ഇത് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന എല്ലാ വണ്ടികൾക്കും ക്ഷേമനിധി പൈസ ക്ലിയർ ആയിട്ടുള്ളതും ക്ലിയർ അല്ലാത്തതും പറഞ്ഞിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. ഇതിന് മുന്നത്തെ കുറച്ച് വണ്ടികൾ നമുക്ക് കൊടുത്തു പോയ സമയത്ത് നമുക്ക് ആ ക്ഷേമനിധി പൈസയെ കുറിച്ച് ഒരു അറിവും ഗവൺമെന്റിന്റെ ഭാഗത്ത് കിട്ടിയിട്ടില്ല. അത് അങ്ങനത്തെ ഒരു സൈറ്റ് പോലും ഓപ്പൺ അല്ലായിരുന്നു ക്ഷേമനിധി പൈസന്റെ. അത് കസ്റ്റമർ അടച്ചിട്ടുണ്ടെങ്കിൽ മാത്രം, അത് അവരുടെ കയ്യിൽ ആ പേപ്പർ ഉണ്ടെങ്കിൽ മാത്രം നമുക്കും അറിയുള്ളായിരുന്നു. അതായത് ഇപ്പൊ ഓൺലൈൻ അതിനെക്കൊണ്ട് ഇപ്പൊ ലഭിക്കുന്നുണ്ട്. ഇതിനുള്ളതൊക്കെ നമ്മുടെ ഭാഗത്ത് കറക്റ്റ് ആയിരിക്കും. ഇതിന് മുന്നേ വന്നത് അടയ്ക്കാത്തതാക്കുന്നത് നമുക്ക് കസ്റ്റമർ നമുക്ക് കിട്ടാത്തതിനെ കൊണ്ടാവും.
അതാണ് ഒരു കാര്യം. അപ്പൊ അതിൽ തെരുവിളി നടത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല. നമുക്ക് നമ്മുടെ കയ്യിലുള്ള സംഭവം അല്ല അത്. അറിവിലേക്ക് ഷെയർ ചെയ്തതാണ്, വേറൊന്നുമില്ല. എനിക്ക് ഡൗട്ട് വന്നു, അത് ഞാൻ അന്ന് വിളിച്ചു ചോദിച്ചപ്പോൾ വീഡിയോ പറയാന്ന് പറയാൻ പറ്റും. അതെ, പിന്നെ എന്നോട് വിട്ടു ഇന്ന് തുടക്കം സംഭവം പറഞ്ഞെടുക്കണല്ലോ. ഇതാണ് ഇതിന്റെ അവസ്ഥ എങ്ങനെയാണ്. നമുക്കത് ഇത് പറയാം. ഇത് 2020 മോഡല്, സോറി 2019 മോഡല് സൂപ്പർ കെയർ ഡീസൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഇത് നമ്മള് പുതിയ ബ്രേക്ക് ഫുൾ ഫിറ്റ്നസ് പുതിയ നമ്മൾ എടുത്ത് കൊടുക്കുന്നതായിരിക്കും. ഇപ്പൊ ഈ വണ്ടി നമ്മൾ ചോദിച്ച വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ 3,60,000 രൂപ ചോദിച്ചിട്ടുള്ളൂ. 3,65 സൂപ്പർ കെയർ. അതെ, ഡീസൽ വണ്ടിയാണ്. ഇത് AC വരാത്ത ടൈപ്പല്ല. ഇല്ല, ഈ വണ്ടിക്കൊന്നും AC വരുന്നില്ല, പവർ സ്റ്റിയറിംഗ് വരുന്നില്ല. ചെറിയ വണ്ടിക്കൊന്നും ഉണ്ടാവില്ല. കണ്ടെയ്നർ ബോഡി വരുന്ന വണ്ടി കേട്ടോ. ഇത് ഫുൾ പേപ്പർ എടുത്ത് ഫുൾ ഫിറ്റിൽ നമ്മൾ കൊടുക്കുന്ന വില 3,60,000 ചോദിക്കുന്നുണ്ട്. നമ്മൾ റേറ്റ് എന്തെങ്കിലും നമുക്ക് കുറച്ച് കൊടുക്കാവുന്നതായിരിക്കും. ക്ഷേമനിധി ഇപ്പൊ പറയണ്ട, അന്വേഷിച്ചിട്ട് വരുമ്പോ ഇല്ല, ഇനി ആ ക്ഷേമനിധി പൈസ ബാധിന് പ്രശ്നം വരാനില്ല. എന്ന് വെച്ചാൽ ഇപ്പൊ ഗവൺമെന്റും ക്ഷേമനിധി പൈസ അടച്ചെങ്കിൽ മാത്രമേ ഫിറ്റ്നസ് വരെ കൊടുക്കണത് പറഞ്ഞ് കേൾക്കുന്നുണ്ട്. എല്ലാ ആർട്ടിയിലും ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. അപ്പൊ അതുകൊണ്ട് ആ കാര്യത്തിന് പേടിക്കേണ്ട ആവശ്യമില്ല. തെരുവിളി നിർത്തിയാൽ മതി, വേറെ ഒന്നും വേണ്ട. അടുത്തത് മഹീന്ദ്ര. ഇതും അങ്ങനത്തെ ഐറ്റമാണ്. മഹീന്ദ്ര ജീറ്റോ. ഇത് 2016 മോഡൽ മഹീന്ദ്ര ജീറ്റോ ആണ്. പേപ്പർ ഭാഗങ്ങളെല്ലാം ഫിറ്റ് ആണ്. വേറെ ഈ മഹീന്ദ്രയ്ക്ക് പ്രശ്നം റെസ്റ്റ് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, നല്ല വണ്ടിയാണ്. ഇത് നമ്മൾ ആകെ വില ചോദിച്ചത് 1,50,000 ചോദിച്ചിട്ടുള്ളൂ. 1.5 ലക്ഷത്തിന് ഒരു കൊമേഴ്ഷ്യൽ വണ്ടി, ഏറ്റവും ചെറിയ സെഗ്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ താല്പര്യം നോക്കിയോ, ലോൺ കിട്ടുമെങ്കിൽ ലോൺ കിട്ടും. ഫുൾ പേപ്പർ ഓക്കെ ആക്കിയിട്ട് കൈ തരും. അടുത്തത് KL78 ഇരട്ടി രജിസ്ട്രേഷൻ ഇൻട്രാ V30. എങ്ങനെയാ ഇത് ഡീറ്റെയിൽ? 2022 മോഡൽ വണ്ടിയാണ്. 22-23 രജിസ്ട്രേഷൻ വണ്ടിയാണ്. വണ്ടി നമ്മുടെ കമ്പനി വാറണ്ടിക്ക് ഉള്ള വണ്ടിയാണ്. വണ്ടിക്ക് വേറെ ആക്സിഡന്റ് വർക്ക് റീപ്ലേസ്മെന്റ് അങ്ങനത്തെ ഒന്നും തന്നെ. എത്ര കൊടുക്കുന്നത്? ഇത് നമുക്ക് 5 രൂപ ചോദിച്ചിട്ടുള്ളൂ. 5 രൂപ. ഓപ്പൺ ബോഡിയാണ്, ഷീറ്റ് മേലെ കടിച്ച വണ്ടി. ഫുൾ ലോൺ കിട്ടും അല്ലേ? അടുത്തത് ടാറ്റന്റെ ഏറ്റവും കുഞ്ഞൻ വണ്ടി സിപ്പ് ആണ് അല്ലേ? 2014 മോഡൽ സിപ്പ്. പേപ്പറൊക്കെ ഫിറ്റ് ആണ്. നമ്മൾ ആകെ 1.5 ചോദിച്ചിട്ടുള്ളൂ. 1.20. കവറിംഗ് ബോർഡ് വണ്ടി കേട്ടോ. ചെറിയ ആവശ്യങ്ങൾക്ക് പറ്റിയ വണ്ടിയാണ്. പിന്നെ കിലോമീറ്റർ 1.40 ഓടിയിട്ടുണ്ട്. ഓക്കെ, കവറിംഗ് ബോഡിയാണ്. അപ്പോൾ താല്പര്യം വിളിച്ചാൽ 1,20,000 രൂപയ്ക്ക് ഒരു കൊമേഴ്ഷ്യൽ വണ്ടി. ഓക്കെ, പിന്നെ ഇതൊക്കെ സാധാരണ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതിന് നല്ല ഇത് വരും. ഇല്ല, ഒരു ഓട്ടോറിക്ഷ മെയിൻറ്റെയിൻ ചെയ്യാൻ ചെയ്ത് പോകുന്ന വണ്ടി അത് അത്ര തന്നെയാണ്. ഓക്കെ. അപ്പൊ അടുത്ത മഹീന്ദ്ര ജീറ്റോ KL78 ഇരട്ടി രജിസ്ട്രേഷൻ ആണ്. ഇത് കുറച്ച് പെയിന്റ് ഒക്കെ അടിച്ച് നല്ല സുന്ദര കൂട്ടപ്പനാക്കിയിട്ടുണ്ടല്ലോ. അതെ, ഇത് പുതിയ ബ്രേക്ക് എടുക്കാനുള്ള വണ്ടിയാണ്. ശരി, അതുകൊണ്ടല്ലേ. എങ്ങനെയാ മോഡല്? ഇത് 2022 മോഡൽ വണ്ടിയാണ്. നമ്മൾ പുതിയ ഫിറ്റ്നസ് എടുത്തിട്ട് നമുക്ക് ഒരു 3.5 കൊടുക്കാം. പുതിയ ഫിറ്റ്നസ് എടുത്തിട്ട് ഓട്ടം എത്ര പോയി? ഓട്ടം ഇത് 1.20 ഓടിയത്. 1,20,000. ഓക്കെ, 3,20,000 രൂപയ്ക്ക് പുതിയ പേപ്പറിൽ കൊണ്ടുപോകാം. ഫുൾ ലോണും കയറൂലേ? ഫുൾ ലോൺ. വേറെ ഒരു വർക്കുള്ളല്ലോ ഇപ്പൊ ഒന്നുമില്ല. ഇനി നമ്മൾ പേപ്പർ ഒക്കെ എടുത്താൽ പിന്നെ ഒക്കെ എടുക്കുക, ഉപയോഗിക്കുക, യൂസ് ചെയ്യാത്ര നല്ല സെറ്റാണ്. ഓക്കെ, അപ്പോൾ അടുത്ത വണ്ടിയിലേക്ക് വീണ്ടും ഒരു ചെറുവണ്ടി ടാറ്റ സിപ്പ്. എങ്ങനെ ഡീറ്റെയിൽ? 2019 മോഡൽ 20 രജിസ്ട്രേഷൻ വണ്ടിയാണ്. സിപ്പ് 1.90 എടുത്ത വണ്ടി ഓടിയത്. എല്ലാം കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണ്. പിന്നെ ഇപ്പൊ എന്തായാലും ചെറിയൊരു പെയിന്റ് വർക്ക് എടുക്കാണ്ട് ചിലപ്പോൾ നമ്മൾ എടുത്തിട്ട് കൊടുക്കും കസ്റ്റമർക്ക് ആവശ്യം ഉണ്ടെങ്കിൽ. അതുകൊണ്ട് പണിയുള്ളത് വേറെ ഒന്നുമില്ല. ബാക്കിയുള്ള കണ്ടെല്ലാം പക്കിയാണ്. ഇത് നമ്മളിപ്പോ 1.60 ചോദിച്ചിട്ടുള്ളൂ. കിലോമീറ്റർ 1.90 എടുത്ത് ഓടി. 1.90 ഓടിയിട്ടുണ്ട്. ഓക്കെ, 1.65 ടാറ്റ സിപ്പ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. അപ്പോൾ അത്യാവശ്യം മോഡലുണ്ട്. വേറെ പെയിന്റിംഗ് അല്ലാണ്ട് വേറെ മെക്കാനിക്കൽ പ്രശ്നമൊന്നുമില്ല. വണ്ടി ഓടിക്കുന്ന വണ്ടിയാണ്. ഓക്കെ, ബാക്കി പേപ്പറൊക്കെ ക്ലിയർ ആക്കിയിട്ട് ഈ എമൗണ്ടിന് കൊടുക്കാം. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് വീണ്ടും ടാറ്റ ഏസ് മിന്റ് ആണ്. KL11 വണ്ടി. ഏതാ മോഡൽ? ഇത് 2018 മോഡല് ടാറ്റ ഏസ് മിന്റ്. ഓക്കെ. ഇത് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി തന്നെയാണ്. പേപ്പർ ഭാഗം എല്ലാം ഫുൾ ഫിറ്റ് ആണ്. വേറെ വർക്കൊന്നുമില്ല. കിലോമീറ്റർ ഓടിക്കുന്നത് 1 സംതിങ് ഓടിയിട്ടുള്ളൂ. വണ്ടി പിന്നെ ഒക്കെ ജെന്യൂൻ വണ്ടിയാണ്. അതിന്റെ ബാക്കിയുള്ള വർക്ക് എഞ്ചിൻ പണി ഉണ്ടായാലും എഞ്ചിൻ പണിയൊക്കെ എടുത്ത വണ്ടിയാണ്. വണ്ടിക്ക് വേറെ പ്രശ്നം നമ്മൾ ആകെ 2.25 ചോദിച്ചിട്ടുള്ളൂ. കവറിംഗ് ബോഡി വണ്ടിയാണ്. ഓക്കെ, കവറിംഗ് ബോഡി 2,70,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഇത് ഫുൾ ലോൺ. ഹലോ, നമ്മുടെ അവസാനത്തെ വാഹനം സൂപ്പർ ഐസ് മിന്റ് ആണ് ടാറ്റയുടെ. ഇതേതാ മോഡല്? 2018. ഓക്കെ, ഓട്ടം ഇത് ഓടി ഇരിക്കുന്നത് 1.20 എടുത്തു. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. സിംഗിൾ ഓണർഷിപ്പ്. ക്ലെയിമും കാര്യമൊന്നുമില്ല. ഒന്നുമില്ല. ഓക്കെ, ഞാൻ മെയിനായിട്ട് ഇന്ന് വിട്ട വിഷയം ടയേഴ്സാണ്. കൊമേഴ്ഷ്യൽ വണ്ടീന്റെ പറയണമായിരുന്നു, ഞാൻ വിട്ടുപോയിട്ട് ടയേഴ്സ് നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരുവിധം എല്ലാ വണ്ടി നല്ല ടയേഴ്സിന് എല്ലാ വണ്ടിക്കും ഉള്ളത്. ഒന്നും ബുദ്ധിമുട്ടുള്ള ടയേഴ്സിന്റെ വണ്ടി ഒന്നുമില്ല. ഓക്കെ, ഇത് നല്ല ടയേഴ്സാണ്. 2018 മോഡൽ വണ്ടി തന്നെയാണ്. കറക്റ്റ് ആയിട്ട് ഒരാൾ ജെന്യൂൻ ആയിട്ട് യൂസ് ചെയ്ത വണ്ടി തന്നെയാണ്. പച്ചക്കറി ആവശ്യമായിട്ട് മാത്രം ഓടിയിട്ടുള്ളൂ. ഇതിപ്പോ ഫൈനൽ എത്ര കൊടുക്കാം? ഇത് നമ്മൾ 2.65 ചോദിച്ചിട്ടുള്ളൂ. 2,65,000 രൂപയ്ക്ക് 18 മോഡൽ മിന്റ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഇത് ഫുൾ ലോൺ കയറുന്നു? ഫുൾ ലോൺ. ഓക്കെ, അപ്പോൾ തൽക്കാലം നമ്മൾ നിർത്തുന്നു. അപ്പോൾ കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് ഉണ്ടല്ലോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യാം. പേജ് ഫോളോ ചെയ്തുകൊണ്ട് കൂടെ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. താങ്ക് യു. ബൈ.